ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. സന്തോഷത്തെക്കുറിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ല നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കട്ടെ. കുറേ ദിവസങ്ങളായി നാം സന്തോഷത്തെക്കുറിച്ച് തിരുവചനത്തെ അടിസ്ഥാനമാക്കി സംസാരിക്കുകയാണ്, ദൈവവചനം ധ്യാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ദുഃഖം മാറ്റി കർത്താവ് നിങ്ങളെ സന്തോഷം അണിയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ, പ്രതീക്ഷിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇതുവരെ സന്തോഷം ലഭിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ തിരുവചനം മൂലം നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ലഭിക്കാൻ ഇടയാകണം. കർത്താവിന് സ്തോത്രം. അതിന് ആധാരമായി നമുക്ക് വായിക്കാം 51 സങ്കീർത്തനം 2 വാക്യം. അത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളിൽ അധികവും ദാവീദ് തന്നെയാണല്ലോ എഴുതിയത്. 51 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷ ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, രക്ഷയുടെ സന്തോഷം വാസ്തവമായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് യഥാർത്ഥമായ ആന്തരിക സന്തോഷവും ആനന്ദവും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിക്കുമ്പോഴാണ്, അഥവാ അവൻ രക്ഷിക്കപ്പെടുമ്പോഴാണ്. എന്താണ് രക്ഷിക്കപ്പെടുക? നിത്യമായ ശിക്ഷയിൽ നിന്നും, ആ ശിക്ഷ കിട്ടേണ്ട അവസ്ഥയിൽ നിന്നും സൗജന്യമായി ആ ശിക്ഷ ദൈവം നമുക്ക് ഇളച്ചു തന്ന് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. അഥവാ നിത്യ നരകത്തിൻ്റെ അവകാശത്തിൽ നിന്നും നിത്യജീവൻ്റെ, നിത്യസ്വർഗത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മെ കർത്താവ് കരം പിടിച്ചുയർത്തും. എന്തൊരു വലിയ ഭാഗ്യമാണ്! രക്ഷ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നു, അത് പറഞ്ഞങ്ങ് വിടുന്നു. എന്നാൽ അതിൻ്റെ ആഴം, ദൈവസന്നിധിയിൽ അതിൻ്റെ വില, അത് അത്യന്തം ശ്രേഷ്ഠമാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കൽ വന്ന പള്ളിപ്രമാണിയും പരീശപ്രമാണിയുമായ നീക്കോദീമോസിനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ലെന്ന്. പുതിയ ജനനം, അത് തന്നെയാണ് ഈ രക്ഷ. പുതിയ ജനനം, അത് തന്നെയാണ് മാനസാന്തരം. പുതിയ ജനനം, അത് തന്നെയാണ് വീണ്ടും ജനനം. കർത്താവിന് സ്തോത്രം. വാക്കുകൾ ഡിഫറൻ്റ് ആണെങ്കിലും ആശയം ഒന്ന് തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്നേഹത്തോടെയും എന്നാൽ എളിമയോടെയും അതോടൊപ്പം ഗൗരവത്തോടെയും നിങ്ങളോടൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവോ? നിങ്ങൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ചുവോ? നിത്യ നരക അവകാശം മാറി നിത്യസ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് ലഭിച്ചുവോ? പ്രിയമകനെ, പ്രിയമകളെ, നിൻ്റെ ജീവിതത്തിൽ മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിലും ഈ ചോദ്യത്തിന് നിങ്ങൾ തീർച്ചയായും ഉത്തരം കണ്ടെത്തണം. അങ്ങനെ രക്ഷയിലേക്ക് വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യം തന്നാൽ ഉടൻ തന്നെ യേശുവിൻ്റെ പാദത്തിൽ മുട്ടുമടക്കി, കർത്താവേ, ഞാൻ രക്ഷകനായ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ രക്ഷിതാവായി എൻ്റെ നാവ് കൊണ്ട്, എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു. ഓ ഹല്ലേലൂയ! പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റുപറയുക, വിശ്വസിക്കുക, അങ്ങനെ രക്ഷ സ്വന്തമാക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം ഇപ്രകാരം പറയുന്നു: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. രക്ഷ. ദാവീദിന് ഒരിക്കൽ രക്ഷ കിട്ടിയിരുന്നു. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ചില പാകപ്പിഴകൾ വന്നപ്പോൾ ഈ രക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുമോ? മാറിപ്പോകാം. രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകാം. എങ്ങനെ? പാപം വന്നാൽ. ദൈവത്തിന് സ്തോത്രം. ദൈവം ദുഃഖിക്കുന്നതായ പാപങ്ങൾ, അതുകൊണ്ട് ഒരു ചെറിയ ചിന്തയിൽ, ഒരു മനോഭാവത്തിൽ, ഒരു നോട്ടത്തിൽ അറിയാതെ അങ്ങനെ ഒരു പാപം വന്നാൽ ഈ രക്ഷ നഷ്ടപ്പെടുമെന്നല്ല പ്രിയരെ. അങ്ങനെയല്ല, അങ്ങനെ പോവുകയില്ല. പക്ഷേ നാം അത് തിരിച്ചറിഞ്ഞ് അനുദവിച്ച് തിരുത്തിയില്ലെങ്കിൽ, വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ രക്ഷ നമ്മിൽ നിന്നും പോകും. കർത്താവിന് സ്തോത്രം. എന്നാൽ
വാസ്തവമായി നമുക്ക് തെറ്റുവന്നുവെന്ന് കണ്ടെത്തി ദൈവത്തിൻ്റെ വചനപ്രകാരം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യപ്രകാരം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വീണ്ടും യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്യരുത്. പക്ഷേ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ പാപം വന്നുപോയി. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമാണ് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. ഈ ഭൂമിയിൽ പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ള ഒരേ ഒരാൾ യേശുക്രിസ്തു മാത്രമാണ്. കാരണം യേശുക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തിയത്. യേശുക്രിസ്തു മാത്രമാണ് തൻ്റെ ദിവ്യ ജീവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കിയത്. അതുകൊണ്ട് പാപമോചനം തരാൻ അധികാരമുള്ളവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ പാപമോചനം നമുക്ക് ലഭിക്കും. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ നമുക്ക് പാപമോചനം ലഭിക്കും, രക്ഷ ലഭിക്കും, മാനസാന്തരം ലഭിക്കും, നിത്യജീവൻ്റെ അവകാശം ലഭിക്കും. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൽ രക്ഷ ലഭിച്ചു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായിട്ടെടുത്ത് ഊരിയാവിനെ കൊല്ലിച്ച് ഊരിയാവിനെ മദ്യപിപ്പിക്കുവാൻ പരിശ്രമിച്ച് തന്നെത്താൻ അങ്ങനെ പാപത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ദാവീദിന് ദൈവം കൊടുത്തതായ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ദാവീദ് എഴുതുന്ന സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഞാൻ നിന്നോട് പാപം ചെയ്തു. കർത്താവിന് സ്തോത്രം. അതാണ് അനുതാപം. 51-ാം സങ്കീർത്തനം അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. പാപം വന്ന ദാവീദ് ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കരയുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന സങ്കീർത്തനം. അവസാനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. കർത്താവേ, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കർത്താവേ, എനിക്ക് തിരികെ തരണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണം. എപ്പോഴും ദൈവത്തിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ആ ഒരു മനസ്സ്, ഒരു ഹൃദയം, അതിനുവേണ്ടി അവിടുത്തെ ആത്മാവ് എന്നെ താങ്ങിക്കൊള്ളണം. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചില പാപപ്പിഴകൾ വന്നിട്ടില്ലേ? പാപങ്ങൾ വന്നിട്ടില്ലേ? ഈ രക്ഷയിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് അഭിമാനിക്കാനുണ്ടോ? മകനെ, നിനക്ക് അഭിമാനിക്കാനുണ്ടോ? പ്രിയമകളെ, നിനക്ക് സന്തോഷിക്കാനുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ചില പാപപ്പിഴകൾ വന്നില്ലേ? ചില പ്രകടമായ പാപങ്ങൾ വന്നില്ലേ? മറ്റുള്ളവർ കണ്ടില്ല, പക്ഷേ മകനെ, ദൈവമെല്ലാം കണ്ടിട്ടുണ്ട്. 139-ാം സങ്കീർത്തനം തന്നെ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, നീ എന്നെ ശോധനയിൽ അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, യഹോവേ, നീ മുഴുവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവം എല്ലാം കണ്ടു. മനുഷ്യരെ മറയ്ക്കാം കുറേ കാലത്തേക്ക്. എക്കാലത്ത് മനുഷ്യരെ പോലും മറയ്ക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തെ ഒരിക്കലും മറയ്ക്കാൻ കഴിയില്ല. എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തുറന്ന പുസ്തകം പോലെ ഇരിക്കുന്നു. നാം എന്താണ് ചെയ്യേണ്ടത്? ഇത് കണ്ടെത്തി ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, അനുതാപത്തിൻ്റെ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. ഞാൻ രക്ഷ നഷ്ടപ്പെടുത്തിയവനാണ്, രക്ഷയുടെ സന്തോഷം കളഞ്ഞവനാണ്. കർത്താവേ, ആ പഴയ കാലം എനിക്ക് മടക്കി തരണമേ. പഴയ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരാൻ എനിക്ക് ഭാഗ്യം തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പരിവർത്തിക്കുകയും നമ്മെ അനുതാപത്തിലേക്കും യഥാസ്ഥാനത്വത്തിലേക്കും അങ്ങനെ ആ രക്ഷയുടെ സന്തോഷം നിറവോടെ അനുഭവിക്കുന്ന അനുഭവത്തിലേക്കും കർത്താവ് നമ്മെ നയിക്കും. പ്രിയരെ, അല്ലാതെ ഒരു തെറ്റ് വരുമ്പോഴേക്കും നമ്മെ തള്ളി നിത്യനരകത്തിലേക്ക് വിടുന്ന ഒരു ദൈവമല്ല യേശുക്രിസ്തു. നമ്മെ എങ്ങനെയും രക്ഷിക്കുവാൻ, ഒരു തെറ്റ് വന്നാൽ പോലും അതിൽ നമ്മെ കോരിയെടുക്കുവാൻ, നമ്മെ കഴുകിയെടുത്ത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ, ചെളി പറ്റിയ കുഞ്ഞിനെ കഴുകിയെടുത്ത് അവനെ ഓമനിച്ച് അവനെ തുവർത്തി അവൻ്റെ മേൽ പൗഡറും അല്ല നല്ല നല്ല സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം പുരട്ടി അവൻ്റെ നെറുകയിൽ ഓമന മുത്തം കൊടുക്കുന്നത് പോലെ അതിലുപരിയായി നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന
ഹല്ലേലൂയ. വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഇളയ പുത്രൻ്റെ വരവിനെ കാത്തിരുന്ന സ്നേഹമുള്ള പിതാവിനെ പോലെ ആ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ കർത്താവ്, അതാണ് യേശു. അതാണ് യേശു. ആ യേശു മകനെ നിന്നെ കാത്തിരിക്കുന്നു. നീ എത്ര നാളായി മകനെ ഈ അപ്പൻ്റെ ഭവനം വിട്ടു പോയിട്ട്, ദൈവസ്നേഹം വിട്ടു പോയിട്ട്? ഒരിക്കൽ നീ ദൈവത്തെ അനുഭവിച്ചതല്ലേ? മകനെ നീ വരൂ, രക്ഷയിലേക്ക് വരൂ. നിന്നെ കാത്തിരിക്കുന്ന 2 കരങ്ങളുണ്ട്. ആ കരങ്ങളിൽ ആണിപ്പഴുതുണ്ട്. ആ കരങ്ങളിൽ രക്തം പൊടിച്ചു നിൽക്കുന്നുണ്ട്. നീ ഓടി വന്നാൽ ആ കരം നിന്നെ ചേർത്ത് പിടിക്കും. ആ തിരുരക്തം നിന്നെ കഴുകും. എല്ലാ കഴിഞ്ഞകാല പാപങ്ങളും ക്ഷമിച്ച് രക്ഷയുടെ സന്തോഷം തിരികെ തന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ രക്ഷ ഒരിക്കൽ അനുഭവിച്ചവരെ നഷ്ടപ്പെടുത്തിയവർ, അല്ല ഇതുവരെ രക്ഷയിലേക്ക് വരാത്തവരാരെങ്കിലും അങ്ങനെ തീരുമാനമെടുക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നാഥ, ഇതുവരെയും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവരാരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നാഥ, അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ രക്ഷയുടെ സന്തോഷം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ അനുഭവിക്കാത്ത അലൗകിക സമാധാനവും സന്തോഷവും അവരുടെ മേൽ പകരണമേ കർത്താവേ. എന്നാൽ ഒരിക്കൽ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു, ആ ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ കുറേ കാലം ജീവിച്ചു, എന്നാൽ പിന്മാറ്റത്തിൽ പോയവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുവെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ജീവള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം അവരെ സന്ദർശിക്കണമേ. മകനെ, നിന്റെ കർത്താവ് മാടി വിളിക്കുകയാണ്. നാളുകളായി രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയ പ്രിയ യുവാവേ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തന്നെ വിളിക്കുന്നു, നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നു. ആ സ്നേഹസ്വരം കേട്ടുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ഓടി വരുവീൻ. കർത്താവേ, അങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. രക്ഷയുടെ സന്തോഷത്താൽ അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ തിരുവചന സന്ദേശം നിങ്ങൾക്ക് ആശ്വാസദായകമായി എന്നും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയെന്നും നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷം തന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സന്ദർശിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് എല്ലാവരെയും നിറയ്ക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. രക്ഷയുടെ സന്തോഷം കൊണ്ട് എല്ലാവരെയും നിറച്ച് ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമം മഹത്വം.